കേരളത്തിൽ ഏറ്റവും അധികം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടും കളമശ്ശേരി നഗരസഭ പ്രതിരോധ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. നഗരസഭ പ്രദേശത്ത് മിക്ക വാർഡുകളിലും രോഗികളുമുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുടെ കണക്കുകളനുസരിച്ച് നിലവിൽ 130 പേരാണ് കളമശ്ശേരിയുടെ പല ഭാഗങ്ങളിലായി ചികിത്സയിലുള്ളത്. എന്നാൽ ഇതിലും എത്രയോ പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്ന് കൌൺസിലർമാർ പറഞ്ഞു. കൌൺസിൽ യോഗത്തിൽ ഡെങ്കി പ്രതിരോധം സംബന്ധിച്ച അജണ്ട ഉൾപ്പെടുത്തിയിരുന്നില്ല. കൌൺസിൽ യോഗാരംഭത്തിൽ പ്രതിപക്ഷ നേതാവ് കെ ശശി ഡെങ്കി വ്യാപനത്തെ തുടർന്ന് നഗരസഭ നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സദസ്സിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. 5-ന് ചേർന്ന ആരോഗ്യ സ്ഥിരം സമിതിയുടെ അടിയന്തര യോഗം നഗരസഭ ക്ലസ്റ്ററുകളായി തിരിച്ച് ഫോഗിംഗ് നടത്താനാവശ്യമായ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. 13 ദിവസം കഴിഞ്ഞിട്ടും തീരുമാനം നടപ്പാക്കാനുള്ള ശ്രമം ചെയർപേഴ്സണോ ആരോഗ്യ വിഭാഗമോ നടത്തിയിരുന്നില്ല. ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന സ്ഥിരം സമിതി അധ്യക്ഷൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഭരണപക്ഷത്തു നിന്ന് ഡെങ്കി പ്രതിരോധ പ്രവർത്തനം സംബന്ധിച്ച് അനുകൂല നിലപാട് ഇല്ലാതെ വന്നതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. LDF പാർലമെന്ററി പാർട്ടി നേതാവ് TA അസൈനാർ, KT മനോജ്, PS ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. അധ്യക്ഷയായിരുന്ന ചെയർപേഴ്സൺ സീമാ കണ്ണൻ ഇറങ്ങിയതോടെ സഭ പിരിഞ്ഞു.